ഓം സ്വാമി ശരണമയ്യപ്പ. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പ്രഥമ കാണ്ഡം. വിഘ്നേശ്വര സ്തുതി. കൈലാസാചലപതിയാകുന്ന ഭഗവാന്റെ കൈകളാൽ ലാളിച്ചിടും ദ്വൈമാതുര ഭഗവാനാം ശ്രീഗണേശനായിത ദണ്ഡമാം നമസ്കാരം. ദണ്ഡനാശനത്തിനായി അടിയൻ ചെയ്തിടുന്നേൻ. സരസ്വതി സ്തുതി. വീണാപാണിയാം നീലവേണിയാൾ സരസ്വതി വീണാഗാനമായി മവ നാവിതിൽ വസിക്കേണം. ഈണമായി ഓരോ വാക്കും തോന്നേണേ ഭഗവതി. ഈണമായി നടനങ്ങൾ നാവിന്മേൽ തുടർന്നിടൂ. ആചാര്യസ്തുതി. അന്ധകാരാരി ഗുരു എൻപുമാൻ മനതാരിൽ സന്തതം വസിക്കേണേ. മംഗളം വരുത്തേണേ. ചിന്തയായി പോലും തവ ചിന്തയന്യേ മമ അന്തരംഗത്തിൽ മറ്റ് ചിന്തകൾ വരുത്തല്ലേ. ആസ്ഥാന ദേവതാസ്തുതി. പൊന്മണിയണിഞ്ഞങ്ങ് വെണ്മയായി പട്ടും ചുറ്റി പൊന്മണിയാളാം ലക്ഷ്മി കൺകളിൽ കുളിരേകി. ഉണ്മയായി പുൽകുന്നേരം മന്ദമായി സ്മിതമൂറും പെൺമണി രമാദേവിക്കേകനാം നാഥാദേവാ. മണ്ണിതിൽ വിണ്ണിൻ തുല്യം മണ്ണിനെ നിനയ്ക്കുകിൽ കണ്ണൻ തൻ മണികണ്ഠപുരമാ മഹാദേശം. അമ്മഹാസ്ഥലം തന്നിൽ ജന്മത്തെ കനിഞ്ഞൊരു അംബുജ വിലോചന സന്തതം നമസ്കാരം. ആചാര്യസ്തുതി. അന്ധകാരാരി ഗുരു എൻ പുമാൻ വനതാരിൽ സന്തതം വസിക്കേണേ. മംഗളം വരുത്തേണേ. ചിന്തയായി പോലും തവ ചിന്തയന്യേ മമ അന്തരംഗത്തിൽ മറ്റു ചിന്തകൾ വരുത്തല്ലേ. ആസ്ഥാന ദേവതാസ്തുതി. പൊന്മണിയണിഞ്ഞങ്ങ് വെണ്മയായി പട്ടും ചുറ്റി പൊന്മണിയാളാം ലക്ഷ്മി കൺകളിൽ കുളിരേകി. ഉണ്മയായി പുൽകും നേരം മന്ദമായി സ്മിതമൂറും പെൺമണി രമാദേവിക്കേകനാം നാഥാദേവാ. മണ്ണിതിൽ വിണ്ണിൻ തുല്യം മണ്ണിനെ നിനയ്ക്കുകിൽ കണ്ണൻ തൻ മണികണ്ഠപുരമാ മഹാദേശം. അമ്മഹാസ്ഥലം തന്നിൽ ജന്മത്തെ കനിഞ്ഞൊരു അംബുജ വിലോചന സന്തതം നമസ്കാരം. ലോലചേതസാലോകർഷോകരായി ചമയുമീ ലോകത്തിൽ ദുരിതങ്ങൾ ഏറുമീ കലികാലം. ശോകവാരിധിക്കുള്ളിൽ പെട്ടുപോയടിയൻ്റെ ശോകസഞ്ചയങ്ങളെ വാരണം ചെയ്വൻ ചെറ്റ്. ചേതസ്സിൽ കിരണത്തിൻ സ്ഫുരണം കനിഞ്ഞോനാം താരകപരബ്രഹ്മം ശ്രീ അയ്യപ്പ ഭഗവാന്റെ പാദദാസനായുള്ളോരടിയൻ്റുള്ളത്തിങ്കൽ പാപഭഞ്ജന സ്വാമി പാരാതിന്നിരുന്നിടൂ. പങ്കജേക്ഷണൻ തൻ്റെ തങ്കമാം ഭഗവാനെ ശങ്കരേശ്വര ദേവ ശബരിഗിരീശ്വര സങ്കടനിവാരണ സന്താപാന്തക ദേവ ശങ്കരീ ദേവിക്കെന്നും പ്രിയനാം ഭഗവാനെ. പങ്കചിത്തരാമർത്യ സഞ്ചയങ്ങളെ അങ്ങ് തങ്കചിത്തരാക്കിയിടം തമ്പുരാൻ മഹാദേവാ. തങ്കാഭപ്രഭതൂകും തമ്പുരാൻ ശബരീശ തങ്കലേക്കാക്കൂ ഘോരാതങ്ക സഞ്ചയം സ്വാമി. ഘോരനാം കലിതൻ്റെ ക്രൂരമാം വിനോദങ്ങൾ തോരാതെ തുടരുന്നു. ദുരിതം പെരുകുന്നു. പാരിതിൽ കലിഹന്താവായി വന്നവതാരം പാരാതെ ഭഗവാനും പാലിച്ചു മഹാഭാഗ്യം. ഇക്കലിക്കഹങ്കൃതി തീർക്കുവാൻ അവതാരം ഇമ്മഹീതലത്തിങ്കൽ ധരിച്ച ഭഗവാനെ. ത്വത്പാദദാസന്മായുള്ളോരടിയൻ്റെ അല്പത്വങ്ങളെ ആകെ അകറ്റി കനിവോടച്യുതസുതനാകും ത്വന്മഹാചരിതത്തെ ഇമ്മഹീതലർക്കായി രചിക്കാൻ കഴിവേകൂ.
ഇമ്മഹീലോകർക്കെല്ലാം നന്മകളേകൂ നിത്യം. ഇക്കലിക്കഹങ്കൃതി ഒടുക്കി കൃപയേകൂ. നമസ്തേ മോഹിനി സൂനോ ലോകേശ മഹാദേവ. നമസ്തേ ഭസ്മപ്രിയ ആപദ്ബാന്ധവാനാഥ. മർത്യചിത്തത്തെയെല്ലാം സത്യബന്ധാവിൽ കൂടി നിത്യവും ചരിക്കുവാൻ കനിയൂ ഭഗവാനേ. സത്യവും സ്ഥിരോത്സാഹത്തെയും അധ്വാനത്തിൻ കൃത്യശീലവും തമ്മിൽ ആദരവായ്പതും ചേർന്ന് അന്യരെ സേവിപ്പതും അങ്ങയിൽ രമിപ്പതും ഈ വിധം ഷഡ്രൂപങ്ങൾ ധർമ്മത്തെ നനയ്ക്കുമ്പോൾ ആ മഹാധർമ്മത്തിൻ്റെ ആവശ്യം കുറയുമോ? ആവതോ ഭുവിവാസം ധർമ്മമെന്യേ ആർക്കും. ധർമ്മത്തെ പാലിച്ചെന്നാൽ ധർമ്മവും പാലിച്ചിടും. ധർമ്മശാസ്താവോ ധർമ്മമൂർത്തയാം മഹാദൈവം. ധർമ്മശാസ്താവേ മഹാദൈവമേ ഭഗവാനെ സമ്മോദം ഭവശ്രീയങ്ങരുളൂദയാനിധേ. ഭഗവൻ ജയ ജയ പരമേശ്വര ജയ. പലതിൽ ലസിപ്പോനെ അയ്യപ്പ ജയ ജയ. പരിപാലയ ശംഭോ ഭഗവൻ മഹാപോറ്റി. അയ്യപ്പ ജയ ജയ. കന്മഷാപഹ സ്വാമി. ധർമ്മമായി തീർക്കൂ മമ കർമ്മസഞ്ചയം ദേവ. ധർമ്മത്തിൻ രക്ഷകനായി ധർമ്മശാസ്താവായി ബ്രഹ്മം. ധർമ്മമാമവതാരത്തെ സമ്മോദം ധരിച്ചതിൻ ചാരുവാം രഹസ്യങ്ങൾ സൂതന മഹാജ്ഞാനി. നൈമിശാരണ്യം തന്നിൽ ശൗനകേശ്വരന്മാർക്കായി ശ്രവിപ്പിച്ചതും പിന്നെ ലോകർക്കായി ലഭിച്ചതും നമുക്ക് മഹാഭാഗ്യശ്രേയസ്സിനായി തന്നെ. അയ്യപ്പ ഹരേ ദേവ ദൈവമേ ദയാ സിന്ധോ. കൈതവങ്ങളെ പോക്കൂ ശ്രീഹരാത്മജാനാഥ. ശ്രീ വിശ്വവിരാട് രൂപീ ധർമ്മത്തെ രക്ഷിച്ചിടാൻ വിശ്വശ്രീ പ്രതീകമാം ഭാരതക്ഷേത്രത്തിങ്കൽ ലോകങ്ങൾ രക്ഷിച്ചിടാൻ അവതാരത്തിൻ സൂത്രം ലോകേശൻ ധരിക്കുന്നു യുഗങ്ങൾ തോറും നൂനം. ധർമ്മത്തെ മറയ്ക്കുന്ന യുഗമാം കലിയിങ്കൽ ധർമ്മശാസ്താവായി ബ്രഹ്മം സമ്പൂർണാവതാരത്തെ സമ്മോദം പൂണ്ടുവാഴും ധർമ്മഹീനരെയാകെ സമ്മോദം ഖഡ്ഗിയായങ്ങൊടുക്കും. ഒടുക്കത്തിൽ വരുത്തും കലിക്കെന്ന അങ്ങന്ത്യവും അതുപോലെ വരുത്തും സത്യത്തിൻ്റെ കാലമാകൃതയുഗം. ധർമ്മശാസ്താവായി മഹാ അയ്യപ്പ ഭഗവാനാം നിർമ്മല പരബ്രഹ്മം ത്വന്മഹാവിശേഷങ്ങൾ സത്വാദിഗുണത്രയയുക്തനായി കാലത്തിങ്കൽ കൃതവും ത്രേതായുഗം ദ്വാപരം കലിയുഗം. ഈ വിധം ചതുർയുഗ കാലഘട്ടത്തിൻ ചക്രം ലീലയായി നടത്തുന്നു ലീലാരൂപിയാം ദേവൻ. ഇങ്ങനെ യുഗം തോറും പേറിയിടും അവതാരത്തിൻ്റെണ്ണത്തെയുരയ്ക്കുവാൻ കഴിയാവൊരുവർക്കും. ധർമ്മശാസ്താവിൻ പൊരുളുരയ്ക്കാൻ ഒരുത്തർക്കും ചതുർയുഗം ലഭിക്കലും ആവതല്ലെന്നോതുന്നേൻ. പാരമായി പരന്നേറ്റം വലുതാം പാരാവാരതോയത്തിൽ ഒരു ബിന്ദു തുല്യനാം ഇവനുള്ളിൽ പാരമായി കൊതിയേറി വരിക നിമിത്തമായി പാരിടേശ്വരൻ ഗീതി കഥിക്കാനൊരുങ്ങുന്നേൻ. പാരിടേശ്വരനായ ഭഗവാനയ്യപ്പൻ്റെ ഭാരിച്ചൊരനുഗ്രഹ ഹേതുവാലിതിന്നിവൻ. ഹേതുവാകുവാൻ സ്വാമി ഭക്തരാം മഹാലോകകോടികൾ പാദങ്ങളിൽ വീണിതാ നമിക്കുന്നേൻ. കലിതൻ കരാളത്വമേറുന്ന യുഗം തന്നിൽ കഴിയും മനുഷ്യർക്ക് സൗഭാഗ്യശ്രേയസ്സിനായി പരമമുപായങ്ങൾ പരിചിൽ നിനച്ചിടാൻ പരമേശ്വര സേവ ചെയ്തിടും മുനിവൃന്ദം. നൈമിശാരണ്യം തന്നിൽ ശൗനകമുനിശ്രേഷ്ഠർ ദ്വാപരയുഗാന്ത്യത്തിൽ ചെയ്തോരു സത്രത്തിങ്കൽ
ഉത്തമൻ സൂതൻ മഹാജ്ഞാനിയും അണഞ്ഞത്രേ. ഉത്തമർ മുനീന്ദ്രരും വന്ദിച്ചാർ സൂതപാദം. ഈരേഴ് ലോകം സദാ ഉത്തമാംഗത്തിൽ കാണും സൂതനും മുനിമാരോടരുളിത്തുടങ്ങിനാൻ. ബ്രഹ്മാണ്ഡ രഹസ്യങ്ങൾ തോരാതങ്ങോതുന്തോറും ബ്രഹ്മജ്ഞർ മഹർഷീശ്വരർ കേറിനാൻ ജ്ഞാനതൃഷ്ണ. സാരമാം പരബ്രഹ്മം താരകസ്വരൂപമായി ശ്രീ ധർമ്മശാസ്താരൂപം പേറിയ ചരിതങ്ങൾ ശ്രവിപ്പാനുള്ളങ്ങളിൽ കൊതിച്ചോരു മുനീന്ദ്രരോടുരച്ചു തുടങ്ങിനാൻ. അയ്യപ്പ ചരിതങ്ങൾ പഞ്ചഭൂതങ്ങൾ തന്നാൽ അല്ലാതങ്ങൊരു വസ്തു പഞ്ചലോകവും പിന്നെ പഞ്ചവും ചതുർലോകം തന്നിലങ്ങൊരിടത്തും കണ്ടിടാവൊരുത്തർക്കും. അഞ്ചിനും നാഥനാകും ഭഗവാൻ ദയാപരൻ. അഞ്ചിനും അധിപനായി അപ്പനായി മരുവുന്നോൻ. പഞ്ചത്വം ഭവിച്ചൊരു ഭൂതരൂപങ്ങൾക്കുള്ളിൽ പഞ്ചേശൻ വസിക്കുമ്പോൾ ജീവന്മാർ ഭവിക്കുന്നു. അഞ്ചിനും അച്ഛനായി അപ്പനാം ഭഗവാനെ കൊഞ്ചലായി മൊഴിയുമ്പോൾ അഞ്ചപ്പൻ അയ്യപ്പനാം. പഞ്ചഭൂതങ്ങൾ നാഥൻ അഞ്ചപ്പനയിൽ അല്ലാതൊന്നും. പഞ്ചഭൂതങ്ങൾ നാഥൻ അഞ്ചപ്പനല്ലാതൊന്നും ഒന്നുമേ ഒരിടത്തും കാണുവാനെളുതല്ലേ. അങ്ങനെയുള്ളോരഞ്ചിൻ്റപ്പനാം ത്രിലോകേശൻ. ഒന്നുമേ ഒരിടത്തും കാണുവാനെളുതല്ലേ. അങ്ങനെയുള്ളോരഞ്ചിൻ്റപ്പനാം ത്രിലോകേശൻ. നിർഗുണസ്വരൂപിയാം ചിത്രൂപമെന്നാകിലും സഗുണാകാരം പൂണ്ട് ശാസ്താവായ അവതാരം തിരുരൂപം ധരിച്ചുതേ. ധർമ്മരക്ഷയ്ക്കായി നാഥൻ മദ്ഗുരുവര്യനാം ശ്രീവ്യാസകാരുണ്യത്താൽ അയ്യപ്പ രഹസ്യത്തെ മൊഴിഞ്ഞേൻ മുനീന്ദ്രരെ. ഇക്കണ്ട ലോകങ്ങൾക്കേകനാം നാഥൻ തൻ്റെ ചൊൽക്കൊണ്ടോരവതാരത്തിൻ സാരങ്ങൾ കഥിക്കുന്നേൻ. ശാസ്താവിൻ ചരിതത്തിൽ ശ്രവണഭാഗ്യം പോലും സാധിക്കും നരർക്കെന്നും നന്മതൻ പീയൂഷവും. മഹിഷദാനവന്റെ ജനനം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ദാനവർക്കുറവിടമാകുന്നതനുതൻ പുത്രന്മാരായ ദീനതാഹീനം 2 സുതന്മാർ പിറന്നുതേ. മാനമായി യുവാക്കളായി കോമളാകാരന്മാരാം ദാനവപ്രമാണിമാർ രംഭനും കരംഭനും. യൗവനോജ്വലകളാം 2 കന്യകമാരെ വൈകാതെ ഭ്രാതാക്കന്മാർ പത്നിമാരാക്കിയിട്ടുടൻ. മാരാർത്തി പൂണ്ട് പല ലീലകൾ ചിരകാലം പാരിതിൽ നടത്തിനാർ ദാനവപ്രമാണിമാർ. വീരരാം സുതന്മാരെ അവർക്കങ്ങേകാനീശൻ ധീരനായി വരായ്കയാൽ ദേവാരി പ്രമുഖന്മാർ ഘോരമാം തപസ്സിന് പഞ്ചവാഹിനി തീരെ ധീരരായി പ്രാപിച്ചുടൻ വൻഹിയെ താപം ചെയ്താർ. പഞ്ചാഗ്നി മധ്യത്തിങ്കൽ ജ്യേഷ്ഠനാം രംഭൻ താനും പഞ്ചവാഹിനി ജലേ ഭ്രാതാവാം കരംഭനും. ഉരുവായി തപസ്സിനെ തുടരും കാലത്തിങ്കൽ പെരുതായി വ്യഥ പൂണ്ടാൻ പാകശാസനൻ താനും. അമരാവതി പോമെന്നകമേ നിനച്ചിന്ദ്രൻ നക്രമായി കരംഭനെ കടിച്ചു കൊന്നിടിനാൻ. സോദരാന്ത്യത്തെ നേരിൽ കണ്ടൊരു രംഭൻ താനും ധീരത വെടിഞ്ഞകതാരിലങ്ങാധി പൂണ്ടാൻ. തന്നെ ഖഡ്ഗം തൻ്റെ കണ്ഠത്തിലോങ്ങും നേരം വൻഹിദേവനും വന്നു കരത്തിൽ പിടിച്ചുടൻ. രംഭനുള്ള ഭീഷ്ടങ്ങൾ ആരാഞ്ഞോരഗ്നി തന്നോട് അൻപോട് സംപ്രീതനായി ദാനവനുരച്ചുതേ. ദേവമാനുഷ അസുരവർഗങ്ങളാൽ ആരാലുമേ
ചാവാതങ്ങിരിപ്പോനാം നന്ദനനെനിക്കിപ്പോൾ ഏകുവാൻ അനുഗ്രഹം ഏകുവൻ ദേവാ ഭവാൻ. ഏകനാമടിയൻ നിൻ ശ്രീപാദം വണങ്ങുന്നേൻ, ഇച്ഛയോടൊരുത്തിയെ പുൽകീടും നേരം നിന്റെ ഇച്ഛയങ്ങ് ഉദിക്കുവാനായുള്ള വരം ഞാനും ഇച്ഛയായി കനിയുന്നേൻ. ദാനവശ്രേഷ്ഠ നീയും സ്വച്ഛമായി ലോകങ്ങളിൽ വാണിടൂ യഥായോഗ്യം. ഈ വിധം വരമേകി അഗ്നിയും മറഞ്ഞപ്പോൾ ഏറിയ കുതൂഹലാൽ രംഭനും കാമാർത്തനായി യക്ഷവാടത്തിൻ ബുക്ക് പുൽകിനാനൊരുത്തിയെ സ്വച്ഛമായി കഴിഞ്ഞോളാം സുന്ദരിയരുമയേ. പൂർണ്ണഗർഭിണിയാകും ഭാമിനി സമേതനായി പൂർണ്ണമോദേന രംഭൻ പാതാളം പുക്കുവാണ്. അക്കാലമൊരു ദിനം ധികൃതമേറുന്നൊരു മുഷ്കനാം മഹിഷം തന്നാൽ മോഹിച്ചാൾ എരുമയും. തന്നുടെ രമണിയെ ചെന്നുടൻ തടഞ്ഞപ്പോൾ രംഭനെ വധം ചെയ്താൻ വമ്പന മഹിഷോത്തമൻ. ഖിന്നയായി മഹിഷിയും മുൻവാസസ്ഥലമായ യക്ഷദേശത്തിൽ ദേഹരക്ഷയ്ക്കായി ഗമിച്ചപ്പോൾ കാമാർത്തി പൂണ്ട ഘോരരൂപനാം മഹിഷവും കാമപൂർത്യർത്ഥം യക്ഷകവാടത്തിലെത്തിച്ചേർന്നാൻ. യക്ഷന്മാർ രണാങ്കണെ പോത്തിനെ വധം ചെയ്ത് രംഭനെ ദഹിപ്പിക്കാൻ ചിതയും കൂട്ടിയിടിനാർ. അച്യുത തന്നിൽ ചാടി ഭർത്താവിൻ ലോകത്തിങ്കൽ അക്ഷിമോഹിനിയാളാം മഹിഷിയും ഗമിച്ചുതേ. അച്യുത തന്നിൽ നിന്നും അത്ഭുതമൊരു ദൈത്യൻ അക്ഷണമുയർന്നുതേ അയ്യപ്പ ഭഗവാനെ. ദേവാരി രംഭൻ ബീജം മഹിഷിതൻ ഗർഭം പൂണ്ട ദേവാരി പ്രമുഖനാം മഹിഷാസുരനവൻ. ജന്മനാ യുവാവായ മഹിഷദാനവനുടൻ പത്മസംഭവൻ തന്നെ തപസ്സാൽ വരുത്തിനാർ. സസ്മിതം അവധ്യനായ ലോകങ്ങൾ വാണിടുവാൻ ഉത്പന്നമോദം വരം ചോദിച്ച നേരത്തിങ്കൽ ധാതാവും അരുൾ ചെയ്താൻ ജനികൾ മരിച്ചിടും പ്രീതനായി തന്നെ വരങ്ങൾ വരിക്കടോ. ധാതാവിൻ മൊഴി കേട്ട് ദാനവ പ്രമാണിയും നാരിമാർക്കെന്നെ മമ കൊല ചെയ്യുവാൻ ശക്തി കാര്യത്തിൽ മൂന്നും ആർക്കുമെഴുതായിടാതുള്ള കാര്യം അരുളുവാൻ ധാതാവോടപേക്ഷിച്ചാൻ. ഏകിനാൻ വിരിഞ്ചനും ദൈത്യാഭിലാഷങ്ങളും പോയി മറഞ്ഞുടൻ ദേവൻ സത്യലോകത്തേക്കായും. ഈ വിധം വരം നേടി ധാർഷ്ട്യനാം മഹിഷാസുരൻ പുക്കിതങ് അമരാവതി ശാസനം ചെയ്തിടുവാൻ. ഇന്ദ്രന്റെ സുധർമ്മയിൽ ഇന്ദ്രാരിയിരുന്നഹോ ഈരേഴു ലോകങ്ങളും ശാസനം തുടങ്ങിനാൻ. പാരുകൾ 14 ഏകശാസനത്തിൻ്റെ നോവുകൾ പൊറാതങ്ങ് മാഴ്കിനാർ ദിനേ ദിനേ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. മഹിഷാസുരമർദിനിയുടെ അവതാരം. സ്ത്രൈണശക്തിക്കെന്നെ മഹിഷനെ വധം ചെയ്യുവാൻ ആവാതുള്ളവസ്ഥയാൽ മൂലോകർ നടുങ്ങുമ്പോൾ ആദ്രചിത്തരായി മൂർത്തി മൂവരും ഒരുമിച്ചാർത്തിനാശനത്തിനായി ഏകനാരിയെ സൃഷ്ടിക്കയും ലോകരക്ഷയ്ക്കായി തത്ര തീർത്തൊരീ ദേവീ രൂപം ലോകരക്ഷക ആകും ശ്രീദേവി സർവേശ്വരി. ലോകരക്ഷകൾ പാരം കരുതിപ്പേറിയിടുവാൻ മൂവർത്തൻ ശക്തി മേളം വിളങ്ങി ശ്രീദേവിയിൽ. തേജോരൂപിണിയാളാം ദേവി തൻ മുഖാംബുജം വാമദേവൻ നിജ തേജസ്സാൽ ചമച്ചപ്പോൾ കാലതേജസ്സാൽ കേശം പാവകൻ തൃക്കണ്ണായും ദേവിതൻ ചില്ലിയുഗ്മം സന്ധ്യകൾ തേജസ്സുതേ. സുന്ദരി ദേവിക്കുടൻ ലോചനായുഗങ്ങളെ നന്ദിച്ചങ്ങേകി വായുദേവനാം ഭഗവാനും. അരുണാധരി തൻ്റെ അധരം ചുമക്കുവാൻ അരുണൻ താനും തിരുനാസികയ്ക്കഴകേകാൻ
വിത്തേശൻ താനും ദിവ്യവിദ്യകൾ കനിഞ്ഞുതേ. ദന്തപംക്തികൾ കാന്തി ദക്ഷനാൽ കൊടുത്തപ്പോൾ ചന്തമേറിയിടും ഓഷ്ടം ഷൺമുഖൻ കനിഞ്ഞുതേ. ലക്ഷ്മീശൻ ഭുജങ്ങളെ 10-8 ദേവിക്ക് ഇഷ്ടത്താലേകി ദേവകാര്യാർത്ഥ നിവർത്തിക്ക് അങ്കുലികളായി അഷ്ടവസുക്കൾ ഭവിച്ചപ്പോൾ അങ്കനാരത്നത്തിൻ്റെ വക്ഷോജ പ്രൗഢിക്കുടൻ അങ്കനമാരൻ ശജീപതിയും ശ്രമം ചെയ്താൻ. തേൻചോരും മൊഴി തൻ്റെ കാന്തികൾ പെരുപ്പിപ്പാൻ ഭൂമാതം കനിഞ്ഞുതേ. പൃഥുലമാം കടീദേശം ഊരജംഘായുഗ്മങ്ങൾ കൂർജത്തെ ജലദേവൻ പാരാതെ കനിഞ്ഞപ്പോൾ ശ്രീദേവി പ്രശോഭിച്ചാൾ. കൽഹാരഹാരം ചൂടി തേജഃപുഞ്ചമായി കണ്ട കല്യാണിക്കുടൻ നാമം ചണ്ഡികയെന്നോതിനാർ. ചണ്ഡനാം മഹിഷനെ തുണ്ടമാക്കുവാൻ വിഷ്ണു ചണ്ഡമായി മുന ദശശതമുള്ളൊരു ശ്രീചക്രത്തെ ദിവ്യമാം സുദർശന തേജസ്സാൽ ചമച്ചുടൻ ദിവ്യനാരി തൻ കരതാരതിൽ ഏകീടിനാൻ. ജ്വലിക്കും തേജസ്സോടൊപ്പം കരത്തിങ്കൽ പ്രശോഭിക്കും ദീപ്തമാം തൃച്ചക്രദീപ്തി ആർത്തി പോവാൻ സ്മരിച്ചിടാം. ശൈവശൂലത്താൽ ദിവ്യശൂലവും മഹേശ്വരൻ വൈകാതങ്ങേകി ലോകരക്ഷകൾ ചെയ്തിടുവാൻ. ജ്വലനന്റെ വേലും പിന്നെ ചലനന്റെ അമ്പും വില്ലും വരുണന്റെ ശംഖും പാശം ഇന്ദ്രവജ്രവും ചേർന്നാർ. ദണ്ഡഹസ്തന്റെ ദണ്ഡും വിരുതുക്കുട ഖഡ്ഗം അഭ്രമാതങ്കത്തിൻ്റെ കന്ധരമണികളും ക്ഷിപ്രത്തിൽ ദേവിക്കായി തിളങ്ങി മരുവിനാർ. സ്രഷ്ടാവ് കമണ്ഡലം ത്വഷ്ടാവ് പരശുവും പുഷ്ടമോദത്തോടൊപ്പം ദേവിക്ക് നൽകിയിടിനാർ. വിത്തേശൻ പാനപാത്രം വിശ്വനാഗികയ്ക്കേകി വിശ്വാസം ഭുവനത്തിങ്കൽ വളർന്നിടുവാൻ മുതാ അർക്കതേജസും ചന്ദ്രകാന്തിയും സമുചിതം. വെക്കത്തിൽ ദേവി രൂപം ദീപ്തമായി വരുത്തിനാർ. ചണ്ഡികാദേവി ഏവം ദിവ്യാലങ്കൃതയായി ചന്തമായി ഹസിച്ചപ്പോൾ ബ്രഹ്മാണ്ടം വിറച്ചുതേ. ക്രന്ദനം ശ്രവിച്ചോരു മഹിഷാസുരനപ്പോൾ കോപാക്രാന്തനായി അലറിനാൻ പാരിച്ച രോഷത്തോടെ. ചണ്ഡികാദേവിക്കേറി പെരുതാം സന്തോഷവും ചണ്ഡനാം മഹിഷൻ തന്നുള്ളത്തിൽ സന്താപവും. സത്യത്തെ തുണയ്ക്കുവാൻ വന്നതാം സത്യപ്പൊരുൾ വിശ്വനായികയ്ക്കായി ഞാനിതാ വണങ്ങുന്നേൻ. ജയിക്കതായേ ചണ്ഡികേ മഹാമായേ ഹനിക്കൂ മഹാനീച ദൈത്യനാം മഹിഷനെ. ഹനിക്കൂ മഹാഘോര സംസാര ദുരിതങ്ങൾ ഹനിക്കൂ കലിതന്റെ ക്രൂരമാമധർമ്മങ്ങൾ. പരത്തൂ തവ കീർത്തി ലോകമീരേഴിലും പരത്തൂ തവ ദിവ്യകാരുണ്യ കടാക്ഷങ്ങൾ. പരത്തൂ തവ ഭക്തലോകർക്ക് ശ്രീമുദാ ഭവിക്കട്ടെ തായേ ശാശ്വതൈശ്വര്യം മേന്മേൽ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. മഹിഷാസുരവധം. ത്രൈലോക്യരക്ഷകീ ദേവി ചണ്ഡിക ഹസിച്ചപ്പോൾ ത്രൈലോക്യാരിയാം വീരദൈത്യനും അലറിനാൻ. എങ്ങു നിന്നെത്തി മഹാഘോരമാം ചിരിയിപ്പോൾ ആരുപോലിത്ര ഘോരം ഹസിക്കാൻ മുതിർന്നതും. ഈ വിധം വിചാരത്താൽ ക്രൂരരാം ദൂതന്മാരെ പാരാതെ ലോകം തോറും അയച്ചാൻ മഹിഷനും. സത്യലോകത്തിൽ ചെന്ന ദൂതർക്ക് കാണായി തത്ര സത്യരക്ഷകിയായ ദേവി തൻ മഹാരൂപം. തദ്രൂപം സ്ത്രീരൂപത്തെ കണ്ട മാത്രയിൽ ദൂതർ വിദ്രുതം സന്ദേശങ്ങൾ ദൈത്യന് കൊടുത്തുതേ. ദേവി തൻ രൂപോവാണി ശ്രവിച്ചോരസുരനും ദേവിയിൽ മോഹാവേശം ഏറെയായി കലർന്നുടൻ. ചാരനായി സജീവനെ പാരാതങ്ങയക്കയും ദൈത്യരാജന്റെ മോഹം ദേവിയോടുരയ്ക്കയും
ദാസിയായി തീർന്നിടുവാൻ ദേവാരികിരം ചൊന്ന ദൈത്യദാസനെ വേഗാൽ കാലന്നൂർ കയച്ചുടൻ. പാവകൻ ജ്വലിക്കുന്ന നേത്രങ്ങളോടും കരതാരതിൽ വാളും മറ്റു തീക്ഷ്ണമാം ശസ്ത്രങ്ങളും ചക്രവും വേലും മഴുകുന്തവും മുസലവും വെക്കത്തിൽ ചാട്ടാനുള്ള ശൂലങ്ങൾ ചുരികയും വട്ടമേറിയിടും ദിവ്യപരിചപരിഖങ്ങളും ഒപ്പമായി അലറിച്ചാടി ദൈത്യൻ മുന്നിൽ വന്നാൾ. മന്മഥ കേളിക്കുന്ന സാധ്യമല്ലെന്ന് ചിത്തെ മന്മഥാരി തൻരിപു ദൈത്യനും നിനച്ചുടൻ. തൻ മനോരക്ഷയ്ക്കുടൻ ക്രൂരനാം മഹിഷാസുരൻ ചിന്മയി തന്നോടേറ്റം കോപത്താൽ രണം ചെയ്താൻ. ചണ്ഡികാമഹിഷൻ സംഖ്യം ചണ്ഡവേഗത്തോടഹോ ചണ്ടാംശു കിരണങ്ങൾ കൂടവേ മറച്ചപ്പോൾ അദ്രികൾ വിറച്ചുപോയി ആഴികൾ തിളച്ചുപോയി ആർദ്രചിത്തരാം മുനിസത്തമർത്തപിച്ചുപോയി. ചന്ദ്രനും പേടിച്ചേറ്റം ചന്ദ്രിക മറഞ്ഞപ്പോൾ ഘോരയാം നിശീധിനി പാരുകൾ മറച്ചുപോയി. പാരമായി മാരണം ഈ വിധം തുടർന്നപ്പോൾ നാകാര്യതാനും മായാകലഹം തുടങ്ങിനാർ. മായാവി അസുരൻ തൻ്റെ മായകൾ തുടരുകിൽ മൂലോകർക്കിനിമേലിൽ ജീവിതം സുസാധ്യമോ. ദൈത്യനും ദൈത്യാരിയും ഘോരമാം രണത്തിൻ്റെ 8-9 ദിനം പിന്നിട്ട നേരം തന്നിൽ മായാരി മഹാമായ ദേവിക്കങ് അകതാരിൽ മായമെന്യേ മായാവീരനെ ഹനിച്ചിടാൻ. പൂരിച്ച മോദാൽ ദേവി സത്യത്തെ നിനച്ചുടൻ പൂരിച്ച മോദേന ത്രിചക്രത്തെ വിചാരിച്ചാൾ. ജ്വലിക്കും ത്രിചക്രത്തിൻ ദിവ്യമാം ഭ്രമണത്താൽ വിളങ്ങിയുലകീരേഴും നടുങ്ങി മഹിഷനും ഒടുങ്ങി ആതങ്കങ്ങൾ തുടങ്ങി നാഗർ നൃത്തം തുടങ്ങി പൂവിന്മാരി ദേവകൾ ദേവിമേന്മേൽ തുടങ്ങി താടിക്കാരാ മുനിമാർ സ്തുതിഗീതം തുടങ്ങി ദിക്പാലേന്ദ്രർ ദിവ്യമാം സ്തുതികളും. യക്ഷന്മാർ ദേവന്മാരും കിന്നരന്മാരും തത്ര ഹൃദ്യമാം സ്തവങ്ങളാൽ ദേവിയെ വാഴ്ത്തിയിടിനാർ. അപ്പൊഴുതമ്പരാന്തേ കാണായിതെല്ലാവർക്കും സൽപ്പുമാനാകും ദിവ്യപുരുഷൻ ഒരു പുമാൻ. ഹൃദ്യമാം പദങ്ങളാൽ ചിത്സ്വരൂപിണി തന്നെ ഉത്പന്നമോദം ചൊല്ലി സ്തുതി ചെയ്വതും തത്ര. ഉത്പന്നമോദം ചൊല്ലി സ്തുതി ചെയ്വതും തത്ര. നമസ്തേ മഹാമായേ നമസ്തേ മഹാതായേ സമസ്താപരാധങ്ങൾ ക്ഷമസ്വ ജഗദംബേ. നമസ്തേ ലോകാംബികേ ശോകമോഹാരി നാഥേ. നമസ്തേ സമസ്തലോകേശ്വരി മഹാദുർഗേ. നമസ്തേ വിഷ്ണുപ്രിയേ ശംഭുവന്ദ്യയാം ദേവി. നമസ്തേ വിരിഞ്ചാതിവന്ദ്യതേ വരപ്രഭോ. നിന്മഹാകാരുണ്യത്തിൻ പീയൂഷം വർഷിക്കയാൽ ചിന്മയേ കന്മഷൗഖം വേരറ്റിന്നെനിക്കിപ്പോൾ മത്പാപജാലം പോക്കി സൗഖ്യാനന്ദങ്ങൾ തന്ന് സുപ്രസന്നയാം നാഥേ തൃപ്പാദം നമാമ്യഹം. എൺമണിപ്രായം പോലും കന്മഷം മനക്കാമ്പിൽ വന്നിടാതിരിക്കുവാൻ വരമേകുവൻ തായേ എൻ മഹാമായേ മായമെന്യേ എന്നെ പാദങ്ങൾ ചുംബിക്കുവാൻ കൃപയിന്നേകിടണേ. അജ്ഞാനാഹംഭാവങ്ങൾ ഏറ്റമായി ചമകയാൽ വിജ്ഞാപിതന്മാരാകും ലോകരെ വലച്ചഹോ. സംഖ്യയില്ലാതായുള്ള പാപങ്ങൾ പലകാലം ശങ്കയന്യേ ചെയ്ത നീചനാം മഹിഷൻ ഞാനും. നിൻകനിവുണ്ടായിടാൻ അനിശം പ്രാർത്ഥിക്കുന്നേൻ പങ്കമാനസന്മാർക്കങ് അഭയം നൽകും തായേ. പൂവൻപൻ കൊതിച്ചിടും പുഞ്ചിരി പൊഴിക്കുന്ന പൂവലാംഗിയാം ദേവി പാഹി പാഹി മാം നാഥേ.
ഇങ്ങനെ സ്തുതി ചെയ്തങ്ങമ്പരെ വിളങ്ങുന്ന ധന്യനെ തൃക്കൺ പാർത്ത് ദേവിയുമരുൾ ചെയ്താൾ. വീരനാം ദൈത്യ നീയും വീരസ്വർഗങ്ങൾ പോകി ധീരനായി ചിരകാലം സുഖിച്ചു വസിച്ചാലും പാരിലെ നരർക്കെല്ലാം ഭാരിച്ച പാപം പോക്കാനായൊരു ഹേതുവാകും നിന്നുടെ ചരിതങ്ങൾ. ലോകരക്ഷയ്ക്കായി തത്ര മരുവും ഞാനും നിത്യം ജീവരക്ഷയ്ക്കായി തീരും നിൻ സ്തുതി ലോകങ്ങളിൽ. സത്തുക്കൾക്കെല്ലാം സർവസ്വത്തായിത്തീരും നിന്റെ സ്വസ്തിദായകപ്രദമാവുമീ ചരിതങ്ങൾ. നിന്നുടെ ചരിതങ്ങളും സ്തുതികളും ഓർത്തിടുകിൽ എന്നുടെ കടാക്ഷങ്ങൾ മേൽക്കുമേൽ ഭവിച്ചിടും. എന്നുമേ മണ്ണിങ്കലെ പുണ്ണുകളൊടുക്കിടാൻ ധന്യനായി ധനുജേന്ദ്രനാൽ സ്തുതി ചെയ്തപ്പോൾ ദേവി പൂജമാനസയായി തെളിഞ്ഞു വിളങ്ങിതേ. ജീവരാശികൾ ചെമ്മേ മോദമാർന്നേരത്തിങ്കൽ പൂജമാനസയാകും ചണ്ഡികാ മഹാദേവി ലോകരെ കടാക്ഷിച്ച് അന്തർധാനവുമാർന്നാൾ. ചണ്ഡികാദേവി തന്നവതാരവും പിന്നെ ചണ്ഡനാം ദൈത്യേന്ദ്രനെ കാലന്നൂർക്കയച്ചതും മുട്ടാതെ ദിനേ ദിനേ ശീലമാക്കുന്നോർക്കെല്ലാം മുട്ടാതെ കൈവല്യങ്ങൾ കൈവരും സുനിശ്ചിതം. ഇത് ശ്രീമദ് അയ്യപ്പ ഭാഗവതം പ്രഥമകാണ്ഡം സമാപ്തം. സ്വാമിയേ ശരണമയ്യപ്പ.